നമസ്കാരം. ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനോ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ ഇന്റർനെറ്റ് യൂട്ടിലൈസേഷൻ കുട്ടികളുടെ ഇടയിൽ ഇസ് ഇറ്റ് ബെനിഫിഷ്യൽ ആണോ അല്ലെങ്കിൽ ഇത് ഹാംഫുൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇന്റർനെറ്റ് പലപ്പോഴും നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. കാരണം അതിന്റെ ഗുണഗണങ്ങളൊക്കെ നമുക്കറിയാം. പണ്ടത്തെ കാലത്ത് ഓഫീസിൽ പോയിരുന്ന് പല പണികളൊക്കെ ചെയ്തിരുന്നതും, കൂടാതെ ഓഫീസിൽ തന്നെ നമ്മൾ ഗവൺമെന്റ് ഓഫീസൊക്കെ കയറി ഇറങ്ങി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. സമയവും ലാഭം, വർക്ക് ഫോഴ്സും ലാഭിക്കാം. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് കാലത്തൊക്കെയാണ്. പണ്ടത്തെ കാലത്ത് കോവിഡ് പോലത്തെ ഒന്ന് ഒരു 50 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു ജനറേഷൻ ആവുകയായിരുന്നു. കാരണം ഏകദേശം 2 വർഷം അക്കാഡമിക് ആയിട്ട് 100% ബ്രേക്ക്. അതായത് എല്ലാ പാരൻസിനും കുട്ടികളെ ഗൈഡ് ചെയ്യാനും പഠിപ്പിക്കണമെന്നൊന്നും പറ്റൂല. പക്ഷെ ആ ഒരു സമയത്ത് ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്സ് അത്രയൊന്നും തടസ്സപ്പെട്ടില്ല. അപ്പൊ അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. പക്ഷെ അതേസമയം തന്നെ ഇതിന്റെ ഒരു ഇൽ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ കാര്യം മാത്രമല്ല, വലിയവരുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കാണുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത രീതിയിൽ കുട്ടികളുടെയും വലിയവരുടെയും പ്രൊഡക്ടിവിറ്റി വരെ ഒരു പരിധി വരെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റും അതുപോലെ ഒരു ഇന്റർനെറ്റിന്റെ ആക്സസിബിലിറ്റിയുടെയും ഗുണങ്ങളെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും അതിന്റെ ഗുണങ്ങളൊക്കെ അനുഭവിച്ചതാണ്. പക്ഷെ അതേസമയം അതിന്റെ ദോഷഫലങ്ങള് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് ദോഷമാണെന്നുള്ളത് പോലും പലർക്കും അറിയില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷിലോ വലിയ വലിയ ലാംഗ്വേജുകളൊക്കെ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള US സ്ലാങ്ങുകളൊക്കെ പറയും. നമ്മൾ ഇതുവരെ സാധാരണ രീതിയിൽ നമ്മളെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40-40 വയസ്സായിട്ടുള്ളവരൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത ഇംഗ്ലീഷ് വേർഡ്സും ഒക്കെ US ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സ്ലാങ്ങുകളും അതുമൊക്കെ കുട്ടികൾ പറയുമ്പോൾ നമ്മൾ സാധാരണ മാതാപിതാക്കളൊക്കെ വിചാരിക്കുന്നത് അതൊരു ഇംഗ്ലീഷിന്റെ കുട്ടിയുടെ കോമ്പിറ്റൻസി കൂടി എന്നുള്ളതാണ്. പക്ഷെ അതേസമയം അതിൻ്റെ അകത്ത് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം, കുട്ടിയുടെ കാണുന്ന വീഡിയോകൾ, യൂട്യൂബ് വീഡിയോകള് US പല ക്രിയേറ്റേഴ്സും ഉണ്ടാക്കിയിട്ട് അത് കുട്ടി കുറെ ഇരുന്ന് കണ്ടിട്ട് ആ ഒരു ലാംഗ്വേജ് സ്ട്രക്ചറും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു ക്ലാസിക് എലിഗന്റ് ഇംഗ്ലീഷ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അതും അഡോപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ സാധാരണ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെന്തോ വലിയ സംഭവമാണ്, കുട്ടി ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് വളരെ നന്നായി പോയി, പുതിയ തരം ഇംഗ്ലീഷ് കുട്ടി പഠിക്കുന്നു, അഥവാ ഇതാണ് ക്വാളിറ്റി ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് നമ്മുടെ പല നാടുകളിലൊക്കെ ഉള്ള ഒരു സ്ലാങ് പോലെ, ആ സ്ലാങ്ങുകളൊന്നും നല്ലതല്ല പറയുന്നത്, പക്ഷെ അതെല്ലാം സാഹിത്യ ഭാഷയുമായിട്ട് വളരെയധികം അകന്നു നിൽക്കുന്നതാണ് ഓരോ നാടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പല പാരന്റ്സും ഡിസീവ്ഡ് ആവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ അറിയാണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഇത് മാത്രമൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇന്റർനെറ്റുമായിട്ട് ഇരിക്കുന്നു, മണിക്കൂർ കണക്കിന് ഇരിക്കുന്നു. സോഷ്യലൈസേഷൻ ഒന്നും തന്നെ ഇപ്പൊ ഇല്ല. ഇന്നൊരാളോടുമായിട്ട് സംസാരിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഇല്ല. കൂടെ ഇപ്പൊ 2-3 കുട്ടികൾ നമ്മുടെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് കുട്ടികളൊക്കെ പുറത്തു പോകുകയും എക്സ്പ്ലോർ ചെയ്യുകയും കളിക്കുകയും ഇതൊക്കെ ചെയ്യാറ്. ഇന്നത്തെ കാലത്ത് പുറത്തുനിന്ന് ആര് വീട്ടിൽ വന്നാൽ പോലും ഓരോരോ കുട്ടിയുടെ കയ്യിലും ഓരോരോ മൊബൈലാണ് ഇരിക്കുന്നത്. അവരവരുടേതായ ലോകത്ത് ദേ ആർ ഓൾ ഐസൊലേറ്റഡ് ആൻഡ് ദേ ആർ ഹാപ്പി ഇൻ ദെയർ ഓൺ സ്മോൾ വേൾഡ്. അപ്പോ ഈ രീതിയിലുള്ള സോഷ്യലൈസേഷൻ തീരെ കുട്ടികളുടെ ഇടയിൽ കാണുന്നുമില്ല. അതേപോലെ പഠിക്കാനായിട്ടൊക്കെ നമ്മൾ ഇരുത്തുമ്പോഴും കുട്ടികൾക്ക് ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടിരിക്കുന്ന ഈ വീഡിയോസ് കണ്ട് വലിയ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ ഒക്കെ ഭയങ്കര കുറവാണ്. പണ്ടത്തെ കാലത്തൊക്കെ അച്ഛനും അമ്മയൊക്കെ പിള്ളേർ പുറത്തു പോയി കളിക്കുമ്പോൾ അകത്ത് വന്നിട്ട് ഇരുന്ന് പഠിക്കുന്നു പറഞ്ഞിട്ടാണ് പരാതി പറഞ്ഞുകൊണ്ടിരുന്നത്, പുറത്ത് കളിച്ച് നടക്കുകയാണ്. പക്ഷെ ഇന്നത്തെ രീതിയിലുള്ള പാരന്റ്സ് പലപ്പോഴും കുട്ടി എങ്ങനെയായിട്ടും പുറത്തിറങ്ങി കളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം വീട്ടിന്റെ ഉള്ളിൽ വെയിൽ കൊള്ളാണ്ടിരുന്നിട്ട് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനറേഷനാണ് ഇന്നുള്ളത്. ഇതൊരു സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സാമൂഹികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. കുട്ടിയുടെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഭയങ്കരമായിട്ട് കുറയുന്നു. അതേപോലെ തന്നെ കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് പീഡിയാട്രിക്, ഡയബറ്റിക്, ഇതിന്റെയൊക്കെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു. കാരണം നാച്ചുറലായിട്ട് കുട്ടിക്ക് ആ ഒരു ഏജിൽ കിട്ടേണ്ട എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജിൽ ടീനേജിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എക്സസൈസ് റിഗ്രസ് ആയിട്ട് എക്സേഷൻ ആണ് നാച്ചുറലായിട്ട് നേച്ചർ ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു മൊബൈൽ ഫോണും ഇതൊക്കെ വന്നോട് കൂടിയിട്ട് ഒരു സാധാരണ രീതിയിൽ നിന്ന് നേച്ചർ ഡിമാൻഡ് ചെയ്യുന്നതിന്റെ അകത്ത് ജസ്റ്റ് കോൺട്രറി ആയിട്ട് ഒരു 70 വയസ്സുകാരനുള്ള ഒരു എക്സേഷൻ ഒക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് അവരുടെ ഒരു ഹെൽത്തും ഡിറ്റീരിയോറേറ്റ് ചെയ്യും.
അതേപോലെ തന്നെ അത് അവസാനം ലൈഫ് സ്പാനിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മളിപ്പോ ഈയിടെ കാണുന്നത് ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം കുറഞ്ഞു, പക്ഷെ അവരുടെ മെന്റൽ ആക്ടിവിറ്റീസ് ഈ നെറ്റും മൊബൈലും ഇതൊക്കെ കൊണ്ട് കൂടിയത് കൊണ്ട് ഈ കുട്ടികളുടെ സ്ലീപ്പ് പാറ്റേൺസ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ എത്ര കുട്ടികളാണ് ഒരു സൗണ്ട് സ്ലീപ്പ് കുട്ടികളുടെ ഇടയിലുണ്ട്. ദേ ആർ ഓൾവേസ് ഡിസ്റ്റർബ്ഡ് ഇൻ ദെയർ സ്ലീപ്പ്. അവരുടെ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ്സുകളിലോ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റാത്ത ഒരു കണ്ടീഷൻസ് നമ്മൾ ഈ ഇടയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഇൻഫർമേഷൻ അബണ്ടൻസ് ആണ്. പണ്ടത്തെ കാലത്ത് ഇൻഫർമേഷനോ അല്ലെങ്കിൽ നോളേജോ ഒന്നും കുട്ടിക്ക് കിട്ടാത്തതായിരുന്നു പ്രശ്നം. ഇന്ന് എല്ലാത്തിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻ അബണ്ടൻസ് ആണ്, ഇൻ അബണ്ടൻസ് ആണ്, അതായത് കൂടിയിട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് 1ാം ക്ലാസ്സിലെ കുട്ടി വരെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാന്നറിയാം, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ട് വരെ പോയത്. അപ്പൊ സാധാരണ രീതിയിലൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ, പണ്ടത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പണ്ടത്തെ കാലമല്ല, ഒരു 15 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉണ്ടാവും. പക്ഷെ അത് 1% പോലും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇന്നത്തെ രീതിയിൽ ഒത്തിരി വീഡിയോകളുണ്ട്, ഒത്തിരി സിനിമകളുണ്ട്, സീരിയലുകളുണ്ട്. ആത്മഹത്യ ചെയ്യുന്നത് ലൈവായിട്ടോ പ്രാക്ടിക്കലായിട്ടോ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന ഒത്തിരി ഇതേപോലത്തെ വീഡിയോസ് ഉണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ കുട്ടികൾ മൊബൈലും എടുത്തിട്ട് ഇരുന്നിട്ട് യൂട്യൂബ് കാണുമ്പോഴോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ പോലുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ആയിട്ട് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പം സാധാരണയിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒന്ന് കാണുമ്പോൾ കുട്ടി അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ പല സിനിമയ്ക്കകത്തൊക്കെ കാണിക്കും, കയറിങ്ങനെ കെട്ടുന്നു, എല്ലാം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നു. അപ്പൊ അതൊക്കെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ചില കുട്ടികളുടെ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പം ഒരു പ്രായത്തിന്റെ അകത്ത് അപകടകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇൻഫർമേഷൻ, ഒരു കാലത്തും ഇൻഫർമേഷൻ അപകടകരമാണെന്നുള്ളത് നമ്മൾ ക്ലാസ് ചെയ്തിട്ടില്ല. പക്ഷെ പ്രായത്തിലേക്ക് വേണ്ടിയതല്ലാത്ത ഇൻഫർമേഷൻ അത് എന്തുമാത്രം അപകടകരമാണെന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരുന്നത്. കൂടാതെ ഡ്രഗിന്റെ പോപ്പുലറൈസേഷൻ, പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു 10ാം ക്ലാസ് എങ്കിലും കഴിഞ്ഞാൽ മാത്രമേ മയക്കുമരുന്ന് ഒരു സംഭവം, എന്തിനേറെ പറയുന്ന പല കുടുംബങ്ങളിലും കള്ളു കുടിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം പോലും കുട്ടികൾ മനസ്സിലാക്കുന്നത്. മറ്റേത് കള്ളുകൂടി എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഒരു വാക്ക്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, ഏതൊക്കെ തരത്തിലുള്ള മദ്യം ഉണ്ടെന്നും അത് ഏതൊക്കെ ബ്രാൻഡുകളാണെന്നും വരെ ഒരു 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയുന്നുണ്ട്. ഇതൊക്കെ ഇൻഫർമേഷൻ അബണ്ടൻസിന്റെ ഒരു വലിയൊരു പ്രശ്നങ്ങളാണ്. എന്നുവെച്ചാൽ ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയൊരു റിസോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മാൻ പവർ ആണ്. ആ ഒരു ഇതിന്റെ അകത്ത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഒരു കോൺട്രറി ആയിട്ടുള്ള ഒരു കാര്യം തോന്നുന്നത്. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ഇവിടെ ഒരു ചീപ്പർ ഇന്റർനെറ്റ് കിട്ടിയപ്പോഴാണ്. നമ്മളൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ സിംഗപ്പൂർ കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും ചീപ്പർ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഏറ്റവും ചീപ്പർ, അത് നമ്മുടെ ഒരു എന്താ പറയാ ഡെവലപ്മെന്റിന്റെ ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ടൊക്കെ കരുതി. പക്ഷെ നമ്മുടെ ഒരു അപ്കമിങ് ജനറേഷനെ ഈ ഒരു ഡെവലപ്മെന്റൽ യാർഡ് സ്റ്റിക്ക് അഡ്വേഴ്സ് ആയിട്ട് എന്തുമാത്രം എഫക്ട് ചെയ്തു എന്നുള്ളത് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 2 തരം സിറ്റിസൺ ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ഈസി ആക്സസിബിലിറ്റി ഓഫ് ഇന്റർനെറ്റ് കൊണ്ടുണ്ടായത്.